മഴത്തോരു മുമ്പയുടെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്ത് കാണാൻ വേണ്ടി ശ്രമിക്കണേ. ബബിതയെ പോലെ തന്നെ അതുപോലെ കൃഷ്ണമോളെ പോലെ ഞാനും ഈ അമ്മയുടെ മകളാണെന്ന് വൈജയുടെ മുഖത്ത് നോക്കിയിട്ട് അലീന പറയാണ്. ഇത് കേട്ട് വൈജയാണെന്നുണ്ടെങ്കിൽ നിനക്ക് ഭ്രാന്തായി പോയോ? ബാലേന്ദ്രൻ പറയുന്ന ഓരോ കാര്യങ്ങൾ കേട്ടിട്ട് നീ നിലമറന്ന് തുള്ളാൻ നിൽക്കണ്ട, നിലത്ത് നിൽക്കുക എന്നൊക്കെ പറയുമ്പോഴേക്കും അലീന എന്തായാലും എനിക്ക് കിട്ടിയ സ്ഥാനം ഞാൻ എന്തായാലും ഉപേക്ഷിക്കാൻ വേണ്ടിട്ട് തയ്യാറല്ല. ബാലേന്ദ്രന്റെയും വൈജയന്തിയുടെയും മകൾ എനിക്കിനി ഒന്നും വേറെ വേണ്ട. ഇതെല്ലാം കേട്ടിട്ട് വൈജയ്ക്കാണെങ്കിൽ കാലി തുള്ളുന്നുണ്ട്. അമ്മേ വേഗം ഇറങ്ങാൻ നോക്കിക്കോ, എല്ലാത്തിനും ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് റൂമിൽ നിന്ന് കാലി തുള്ളി അങ്ങ് പോവാണേ. വൈജ പോയി കഴിഞ്ഞ ശേഷം മുത്തശ്ശിയാണെങ്കിൽ ഭയങ്കര സങ്കടത്തോട് പറയുന്നുണ്ട്, എനിക്ക് കമലയുടെ വീട്ടിലേക്ക് പോകണ്ട, ഇതിനും ഭേദം അങ്ങ് ചത്തു പോകുന്നതാണെന്ന്. സാരല്ല മുത്തശ്ശി, ഇതെല്ലാം ഒരു പരീക്ഷണങ്ങളാണ് അനില പറയുമ്പോ നീ തിരിച്ചു വന്നത് കൊണ്ടാണ് ഇപ്പോ എനിക്ക് ഇങ്ങനെ ഒരു ഗതികേട് ഉണ്ടായെന്ന് പറഞ്ഞ് അലീനയെ കുറ്റപ്പെടുത്തുകയാണ് മുത്തശ്ശി. മുത്തശ്ശി ഞാനിവിടെ ഉണ്ടല്ലോ, അതുകൊണ്ട് മുത്തശ്ശിക്ക് തിരിച്ചു വരാം. മാഡത്തിന്റെ ഈ കലിപ്പൊക്കെ ഒന്ന് തീരട്ടെ, ഇനി തിരിച്ചു വരുമോ? എന്തായാലും എന്റെ കാര്യം പോക്കാണ്. ഇടയ്ക്ക് മുത്തശ്ശി ഞാനും അങ്ങോട്ടേക്ക് വരാം, അച്ഛനെ കൂട്ടി. അച്ഛൻ എന്ന അലീനയുടെ ആ വിളി കേട്ടിട്ട് അച്ഛനൊന്ന് ചോദിക്കുന്നുണ്ട്. മുത്തശ്ശി വെറുതെ ഞാൻ അങ്ങ് വിളിക്കുന്നില്ല, എന്റെ ഹൃദയത്തിൽ നിന്ന് വരുന്നതാണ്. ഇന്നലെ വരെ താൻ അനാഥയാണ്, എന്നാ ഒരു മകളുടെ സ്ഥാനം തന്നിട്ട് എന്നെ അംഗീകരിച്ച ഒരേ ഒരാളാണ് അച്ഛൻ. അതേസമയം വൈജയാണെങ്കിൽ പെട്ടിയും കടക്കൊക്കെ എടുത്ത് വണ്ടീനകത്ത് കയറ്റി വെച്ചു. മുത്തശ്ശിയും കൂട്ടിയിട്ട് അലീനയാണെങ്കിൽ സിറ്റ് ഔട്ടിന് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. കാറിൽ കയറ്റാൻ വേണ്ടിയിട്ട് വൈജയന്തി അമ്മയുടെ അടുത്ത് എണീക്കാൻ വേണ്ടി പറയുമ്പോ അലീന നോക്കി നിൽക്കുവാണേ. നീ എന്താ അലീന നോക്കി നിൽക്കുന്നത്? നീയും കൂടി ഒന്ന് പിടിക്ക്. അന്ന് ഇവളുടെ അഹങ്കാരത്തിന് എന്നെ ഒറ്റയ്ക്ക് പിടിച്ചിട്ട് പരിക്ക് പറ്റിയത് എനിക്കാണ്. നീ എന്താ നോക്കി നിൽക്കുന്നത്? ഒന്ന് കൈ പിടിക്ക്. എന്തായാലും ഒരുങ്ങിക്കെട്ടി പോയില്ലേ, ഇനി ഏത് നരകത്തിലേക്കാണെങ്കിലും പോയേക്കാം. വൈജയന്റെ ആണെങ്കിൽ എന്ത് പറയുന്ന അറിയില്ലല്ലോ, അതുകൊണ്ടാണ് അലീന മടിച്ചു നിൽക്കുന്നത്. എന്നാൽ മുത്തശ്ശി പിടിക്കെന്ന് പറയുമ്പോൾ അലീന പിടിക്കുന്നുണ്ട്. അങ്ങനെ വൈജയും അലീനയും കൂടി പിടിച്ചിട്ടാണ് മുത്തശ്ശിയെ കൊണ്ടുപോയിട്ട് കാറിൽ ഇരുത്തുന്നത്. ഇരുത്തിയ ശേഷം വൈജ ഉള്ളിലേക്ക് കയറി പോകുമ്പോൾ മുത്തശ്ശി അലീനയോട് പറയുന്നുണ്ട്, ഇനി തിരിച്ചു വരുമെന്നൊന്നും പറയുന്നില്ല, എന്തായാലും എന്റെ വിധി എന്റെ മകള് നിശ്ചയിച്ചു കഴിഞ്ഞു. വൈജ അപ്പോഴേക്കും ബാഗൊക്കെ എടുത്തിട്ട് വന്ന് കാറിൽ കയറുന്നുണ്ട്. കാറിൽ കയറി വൈജയുടെ അടുത്ത് എന്നെ നീ ശിക്ഷിക്കാനാണോ രക്ഷിക്കാനാണോ കൊണ്ടുപോകുന്നതെന്ന് ചോദിക്കുമ്പോൾ ശിക്ഷിക്കാനോ എന്ന് ചോദിക്കുകയാണെ. അല്ല, കമലയുടെ അടുത്തേക്ക് കൊണ്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വേറെന്താ നടക്കുക? മക്കളെ പെറ്റവളെ മഹാപാപികളെ എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശി അവിടെ ഇരിക്കുന്നുണ്ട്. പക്ഷെ ഇതിനൊന്നും മറുപടി പറയാതെ വൈജയാണെങ്കിൽ കാർ എടുത്ത് അങ്ങ് പോവാണേ. മുത്തശ്ശി പോകുന്നത് കുറച്ച് സങ്കടത്തോടു കൂടി അലീന കുറച്ചു നേരം അവിടെ നോക്കി നിൽക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് വീൽ ചെയർ ഒക്കെ എടുത്ത് ഉള്ളിൽ കൊണ്ടുപോയി മുക്കുകയാണ്. ഇതെല്ലാം കണ്ടുകൊണ്ട് കൃഷ്ണമോളും അതുപോലെ ബബിതയും അവിടെ തന്നെ ഉണ്ടായിരുന്നേ. വീൽ ചെയർ റൂമിൽ കൊണ്ടുവച്ചതിന് ശേഷം അച്ഛൻ്റെ അരികിലേക്ക് ചെന്ന് അച്ഛ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് അലീന. ആ കയറി വാ എന്ന് പറയുമ്പോൾ അലീന ഉള്ളിലേക്ക് കയറി ചെല്ലുന്നുണ്ട്. അച്ഛൻ സാറ് ഇവിടെ എന്ത് ചെയ്യാന്ന് ചോദിക്കുകയാണേ. അലീന ഞാനിവിടെ ഷോപ്പിന്റെ കണക്കുകളെല്ലാം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. താഴെ എന്താ നടക്കുന്നതെന്ന് വല്ലതും അറിയുന്നുണ്ടോ? അത് കേട്ട് അലീനയുടെ മുഖത്തേക്ക് നോക്കുവാണ് ബാലചന്ദ്രൻ. അല്ലെങ്കിലും എന്നെ ഇവിടുന്ന് പിടിച്ചുകൊണ്ട് പുറത്ത് കൊണ്ടുപോയി വിട്ടത് അറിഞ്ഞിട്ടില്ല, പിന്നെ ഇവിടെ കയറിയിരുന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പുറത്ത് നടക്കുന്നത് വല്ലതും അറിയോ? പുറത്ത് എന്താ സംഭവിച്ചത്? ബോംബ് പൊട്ടിയോ? ഒരു ചെറിയ ബോംബ് പൊട്ടിയിട്ടുണ്ട്. ഇത് കേട്ട ബാലചന്ദ്രൻ എന്താണെന്ന് പറയൂ കുട്ടിമാളോ. കുട്ടിമാളോ എന്താ കൊള്ളത്തില്ലേന്ന് ബാലചന്ദ്രൻ ചോദിക്കുമ്പോ കൊള്ളാം, അച്ഛൻ എന്നെ എന്ത് വിളിച്ചു കഴിഞ്ഞാലും കൊള്ളാം. ഇനി വന്ന കാര്യം പറഞ്ഞാട്ടെ. മുത്തശ്ശിയെ കൊണ്ടുപോയി ഹോസ്പിറ്റലിലേക്കാന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയത്, അവിടുന്ന് കൊല്ലപ്പള്ളി കൊണ്ടുവിടുന്ന പറഞ്ഞത്. കൊല്ലപ്പള്ളിയിൽ എന്താ വിശേഷം എന്ന് ബാലചന്ദ്രൻ ചോദിക്കുമ്പോ മാഡം മുത്തശ്ശിയെ ഇനി അവിടെ കൊണ്ടുപോയി താമസിക്കാൻ വിടുവാണ്. ഓഹോ, വളരെ നല്ല തീരുമാനം, വിനാശകാലെ വിപരീത ബുദ്ധി. മുത്തശ്ശിയുടെ സാധനങ്ങളെല്ലാം എടുത്തോണ്ട് പോയി, മരുന്നും ഡ്രസ്സും ഷീറ്റും എല്ലാം. ഇത് കേട്ട ബാലേന്ദ്രൻ അപ്പോ 3-4 ദിവസത്തേക്കല്ല? അല്ല, എന്നോടും കൊല്ലപ്പള്ളിയിലേക്ക് ചെല്ലാൻ വേണ്ടി പറഞ്ഞു, അവിടെ ചെന്നിട്ട് മുത്തശ്ശിയെ ശുശ്രൂഷിക്കാൻ. എന്നിട്ട് എന്താണാവോ പോകേണ്ടിരുന്നത്? അല്ല, ഇവിടെ ഒരു ഹാർട്ട് പേഷ്യന്റ് ഉണ്ടായിരുന്നല്ലോ, അവരെ വിട്ടിട്ട് പോകാൻ വേണ്ടി പറ്റില്ലല്ലോ, ഒന്ന് പോയി നോക്കാൻ പാടില്ലായിരുന്നോ? അങ്ങനെ പോയായിരുന്നെങ്കിൽ ചെവിയിൽ ഇങ്ങനെ തൂക്കിയെടുത്ത് മൊയലിനെ കൊണ്ടിടുന്നത് പോലെ ഇവിടെ കൊണ്ടുവിടുമായിരുന്നു. മൊയലിനെ ചെവിയിൽ പിടിച്ചിട്ടാണോ കൊണ്ടുവരുന്നതെന്ന് അലീന ചോദിക്കുകയാണേ. അതെ, അതിന്റെ ശരീരം എന്ന് പറയുന്നത് പിഞ്ചു കുഞ്ഞുങ്ങളെ പോലെയാണ്, അതുകൊണ്ട് തന്നെ നമ്മൾ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ പരിക്ക് പറ്റാനുള്ള സാധ്യതയുണ്ട്. ഓ, അതുകൊണ്ടാണല്ലേ മൊയലിന് വെള്ളി ചെവി കൊടുത്തിരിക്കുന്നത് നമുക്ക് തൂക്കിയെടുക്കാൻ വേണ്ടി. മാഡം എന്തൊക്കെയോ തീരുമാനിച്ചിട്ടുണ്ട്, തീരുമാനിക്കട്ടെ. മാഡത്തിന്റെ ടാർഗറ്റ് ഞാനാണ്, അത് അറിയാലോ. അച്ഛന് ബുദ്ധിമുട്ടാവോ ഞാൻ കാരണം? അവരെന്തൊക്കെ പരാക്രമങ്ങൾ നടത്തിയാലും എന്തൊക്കെ നമുക്കെതിരെ ചെയ്താലും അവർക്ക് നിന്നോടും എന്നോടും പറയാൻ 2 വാക്കേ ഉള്ളൂ, ഇറക്കി വിടണം, ഇറങ്ങിപ്പോ. ഇതിന് രണ്ടിനും കൂടി ഒറ്റ വാക്ക് മാത്രമേ ഉത്തരായിട്ടുള്ളൂ, ഇല്ല. എങ്കിലും ഒരു സമാധാനം ഇല്ല എന്ന് അലീന പറയുമ്പോൾ മോളെ അവരെന്തൊക്കെ വേണമെങ്കിലും പ്ലാൻ ചെയ്യട്ടെ, എങ്ങനെ ആക്രമിക്കണം, എന്തുകൊണ്ട് ആക്രമിക്കണം, എപ്പോ ആക്രമിക്കണം, ഏതൊക്കെ ദിക്കിലൂടെ ആക്രമണം അഴിച്ചുവിടണം. ദേ നമ്മൾ കയ്യും കെട്ടിയിട്ട് ഇങ്ങനെ സേഫ് ആയിട്ട് ഇരുന്നാൽ മതി. നമ്മുടെ ജോലി എന്ന് പറയുന്നത് അവര് ഇറങ്ങിപ്പോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്ന് പറയണം, ഇറക്കി വിടുമോ ചോദിക്കുമ്പോൾ ഇല്ല എന്ന് പറയണം, അതുമാത്രം നമ്മൾ ചെയ്താൽ മതി.
അത് അത്രയും വളരെ ഈസി ആയിട്ടാണ് കേട്ടോ ബാലേന്ദ്രൻ പറയുന്നത്. നീ സമാധാനമായിട്ട് ഇരിക്കും മോളെ, ഇവിടെ നിനക്ക് ചോദിക്കാനും പറയാനും ഒരച്ഛനില്ലേ. അത് കേട്ട അലീനയാണെങ്കിൽ ഒരു ചെറു പുഞ്ചിരിയോട് കൂടിയിട്ട് അതെ തനിക്ക് അച്ഛനുണ്ടെന്നുള്ള മട്ടില് അവിടുന്ന് ഇറങ്ങി പോവാണ്. വൈജ കൊല്ലപ്പള്ളിയിൽ എത്തിയതിനു ശേഷം കാണിക്കുന്നത് കാറിന്ന് അമ്മയെ ഇറക്കുന്നതിന് മുമ്പായിട്ട് വീൽ ചെയർ വേണോന്ന് ചോദിക്കുമ്പോൾ ആ വീൽ ചെയർ വേണ്ടി വന്നേക്കുമെന്ന് ഭയങ്കര ദേഷ്യത്തിലാണ് പറയുന്നത്. കമല അപ്പോഴേക്കും അമ്മയെ കൊണ്ടുവന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കിയിട്ട് മുഖം ചുളിച്ചിട്ടാണ് നിൽക്കുന്നത്. കമലടുത്ത് വീൽ ചെയർ ഒന്ന് എടുക്കുമെന്ന് ചോദിക്കുമ്പോൾ പോയിട്ട് വീൽ ചെയർ ഒക്കെ എടുത്ത് വരുന്നുണ്ട്. കമലടുത്ത് ഇങ്ങോട്ടൊന്ന് വന്നേ, ഒന്ന് താങ്ങണം, ഞങ്ങള് ഹോസ്പിറ്റലിൽ പോയിട്ടാണ് വന്നത്, ബെൽറ്റ് ഒക്കെ ഊരി കഴിഞ്ഞു. അലീന പുണ്യാളത്തെ ഇത്രയും നാള് നോക്കിയിട്ടും ശരിയായില്ലേ എന്ന് കമല ചോദിക്കുമ്പോ നടക്കാൻ വേണ്ടി തുടങ്ങണം. അങ്ങനെ ഒരു വിധത്തിൽ രണ്ടുപേരും കൂടി പിടിച്ചിട്ട് വീൽ ചെയറിൽ ഇരുത്തുന്നുണ്ട്. നടക്കാൻ പറ്റില്ലെങ്കിൽ അത് വലിയ ബുദ്ധിമുട്ടല്ലേ എന്ന് കമല ചോദിക്കുമ്പോ നടക്കാനൊക്കെ പറ്റും, ഫിസിയോതെറാപ്പി ചെയ്യണം, ഡെയിലി കാലിന് എണ്ണയൊക്കെ ഇടണം, തിരുമാൻ വേണമെന്നുണ്ടെങ്കിൽ വൈദ്യനെ കൊണ്ട് തിരുമിച്ചാലും മതി, എന്തായാലും കുറച്ച് ദിവസത്തിനകം അമ്മ നടക്കുമെന്ന് വൈജ പറയുമ്പോ ഇവിടെയല്ലേ ഞാൻ നടക്കോ കിടക്കോ എന്നുള്ള കാര്യം കണ്ടറിയണമെന്ന് മുത്തശ്ശി കമലയെ കുറിച്ചിട്ടാണ് പറഞ്ഞെന്നുള്ള കാര്യം മനസ്സിലായെങ്കിലും വൈജയാണെങ്കിൽ ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട്. അമ്മയ്ക്ക് അതാണ് പേടി, എപ്പോഴും കിടന്നു പോകുമോ എന്ന്. വൈജ അമ്മയും കൊണ്ട് വീൽ ചെയറിൽ ഉന്തി പോകുന്നത് കാണുമ്പോ കമല ചോദിക്കുന്നുണ്ട് ഇത് എങ്ങോട്ടാന്ന്. അമ്മയുടെ പഴയ മുറിയിലേക്ക്. ഇതെന്താ അമ്മയെ റൂമിലേക്ക് കൊണ്ടുവന്നെന്ന് ചോദിക്കുമ്പോ കുറച്ചു ദിവസം അമ്മ ഇവിടെ താമസിക്കട്ടെ, നിന്റെ വീട്ടിലെന്താ പ്രശ്നം എന്ന് കമല ചോദിക്കുമ്പോ അവിടെ പ്രശ്നങ്ങളല്ലേ ഉള്ളൂ, അലീന ഹോം നഴ്സിന്റെ ജോലി നിർത്തിയോ? അവള് നിർത്തിയിട്ടൊന്നുമില്ല, ഇവിടെ സൂക്കേടാന്ന് മുത്തശ്ശി മറുപടി കൊടുക്കുന്നുണ്ട്. നീ ഇത് എന്തുദ്ദേശിച്ചിട്ടാണ് വൈജ എന്ന് കമല ചോദിക്കുമ്പോ ഞാൻ ചിലപ്പോ കടുത്ത തീരുമാനങ്ങളൊക്കെ എടുത്തേക്കും, അതിന്റെ മുന്നോടിയായിട്ടാണ് അമ്മ ഇവിടെ കൊണ്ടുവിടുന്നത്. എന്താടി നിന്റെ വൈജയെ കടുത്ത തീരുമാനം? അലീനയെ ആ വീട്ടിൽ നിന്ന് പറഞ്ഞയക്കാൻ വേണ്ടിയിട്ട് എന്റെ ആങ്ങളമാർക്ക് പറ്റില്ല എന്നുണ്ടെങ്കിൽ ഞാൻ കടുത്ത തീരുമാനമായിട്ട് ഇങ്ങോട്ട് താമസം മാറിയേക്കും. അതുകൊണ്ടാണ് അമ്മയെ ഇങ്ങോട്ട് മാറ്റിയത്. നീ ആ വീട് ഉപേക്ഷിച്ച് ഇങ്ങോട്ട് പോരാനോ എന്ന് അമ്മ ചോദിക്കുമ്പോ അത് ബാലേന്ദ്രന്റെ വീടല്ലേ, അല്ലാതെ എന്റെ വീടൊന്നുമല്ലല്ലോ. ഭാര്യമാർക്കിടി വഴക്കിട്ടിട്ട് ഇങ്ങോട്ട് ഇറങ്ങി പോരാൻ വേണ്ടിയിട്ട് ഒരു മിനിറ്റ് മതി, പക്ഷേ അത് തിരികെ കയറാൻ വേണ്ടിയിട്ട് ഒരുപാട് സമയം വേണം, പലരുടെയും സഹായം വേണ്ടിവരും. അപ്പോഴും വൈജയുടെ അഹങ്കാരം തീരുന്നില്ല, തനിക്ക് ബാലേന്ദ്രന്റെ കൂടെ ജീവിക്കണമെന്ന് ഒരാഗ്രഹവും ഇല്ല എന്നും. വയസ്സുകാലത്ത് താങ്ങും തണലും വേണമെന്ന് നീ ഓർത്തോ, എന്നെ എന്റെ മക്കള് താങ്ങിക്കോളും, താങ്ങാൻ വേണ്ടിയിട്ട് ആളില്ലാതാവുന്നത് ബാലേന്ദ്രനാണ്, ഞാനല്ല ഹൃദ്രോഗി. അല്ല നീ ഇങ്ങോട്ട് ഇറങ്ങി പോന്നു കഴിഞ്ഞാൽ പിന്നെ മക്കളെ എന്ത് ചെയ്യുന്ന കമലയുടെ ചോദ്യമാണേ. ഞാന് എന്റെ മക്കളെയും കൂട്ടിയിട്ട് ഇങ്ങോട്ട് ഇറങ്ങി പോരും, ബാലേന്ദ്രൻ ദത്തുപുത്രിയുടെ കൂടെ ജീവിക്കട്ടെ, മക്കളെ ഇങ്ങോട്ട് കൊണ്ടുവരാനോ? ഇതല്ലേ തന്റെ തറവാട്, ഭാഗമെപ്പൊന്നും നടന്നിട്ടില്ലല്ലോ. എനിക്ക് ഇങ്ങോട്ട് വരണമെന്നോ ഇവിടെ സ്ഥിരതാമസമാക്കണമെന്ന് എനിക്ക് ഒരു നിർബന്ധവുമില്ല, പക്ഷെ എന്റെ ആങ്ങളമാരും കുടുംബക്കാരെല്ലാരും കൂടി ചേർന്നിട്ട് ഈ ഒരു കാര്യത്തിന് തീരുമാനമാക്കി തന്നാൽ മാത്രം മതി. കമലെടുത്ത് ഇതിലേക്ക് ഒരു ഷീറ്റ് വിരിക്കും, ഞാൻ പോയിട്ട് അമ്മയുടെ സാധനങ്ങളൊക്കെ ഇങ്ങോട്ട് എടുത്തോണ്ട് വരാം. അമ്മയെ അപ്പോ എന്നേക്കുമായിട്ട് ഇവിടെ നിർത്താനാണോ? അവളെ ഇനി എന്തായാലും അമ്മയെ നോക്കാനെന്ന് പറഞ്ഞിട്ട് ഹോം നേഴ്സായിട്ട് അവിടെ നിർത്താൻ വേണ്ടി പോകുന്നില്ല, അതുകൊണ്ടാണ് അമ്മയെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്. അവള് അവിടെ നിന്ന് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിറ്റേ ദിവസം തന്നെ ഞാൻ അമ്മയും കൊണ്ട് അങ്ങോട്ട് പോയിക്കോളാം, ബാഗ് ഒന്ന് എടുത്തോണ്ട് വരട്ടെ. വൈജ അങ്ങ് പോയി കഴിഞ്ഞതിന് ശേഷം കമല പിന്നെയും എന്റെ അടുത്ത് തന്നെ എത്തിയെന്ന് ചോദിക്കാണേ. എന്റെ ഗതികേടെന്നല്ലാതെ എന്ത് പറയാനാ, പൊന്നുമോളുടെ കയ്യിലിരിപ്പും ഒട്ടും മോശമല്ല, എന്തായാലും അധിക നാൾ ഞാൻ ഇവിടെ കിടത്തത്തില്ല. തുടർന്ന് രാത്രി 10 മണിയായിട്ടും അമ്മയെ കാണഞ്ഞിട്ട് രോഹി അമ്മയുടെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ട്. അപ്പോഴാണ് താൻ വരുന്നില്ല എന്നുള്ള കാര്യം അറിയിക്കുന്നത്. എന്താ അമ്മേ, അവിടെ വല്ല ഗൂഢാലോചനയും നടക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോ അതൊന്നും അല്ലടാ, മുത്തശ്ശിയെ ഞാൻ ഇവിടെ കൊണ്ടാക്കി, അങ്ങോട്ടേക്ക് മാറ്റിയ മുത്തശ്ശിയുടെ താമസം എന്ന് രോഹി ചോദിക്കുമ്പോ മാറ്റി, നമ്മള് ഇവിടെ കൊണ്ടുപോയിട്ടിട്ട് തള്ളി പോയി എന്നുള്ള തോന്നല് അമ്മയ്ക്ക് വരണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇന്നൊരു ദിവസം അമ്മയുടെ കൂടെ നിന്ന് നാളെ രാവിലെ അങ്ങോട്ട് വരാമെന്ന് വിചാരിക്കുകയാണ് ഞാന്. അപ്പോ അമ്മയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണ്ടല്ലേ? വേണ്ടടാ, നീ ഗേറ്റ് അടച്ചോ, എന്തെങ്കിലും കഴിച്ചോ എന്ന് ചോദിക്കുമ്പോ അതെ അമ്മേ, ഞാൻ പുറത്തുനിന്ന് ഭക്ഷണം കഴിച്ചിട്ടാണ് വന്നിരിക്കുന്നത്, ഇവിടെ അവളുണ്ടാക്കുന്നത് എനിക്ക് വേണ്ട, നീയാണടാ ആൺകുട്ടി, നീ ആണത്തുള്ളവനാണെന്നൊക്കെ പറയാണ്. അമ്മ ഇവിടെ കൃഷ്ണയും അതുപോലെ ബബിതയാണെന്നുണ്ടെങ്കിൽ അവളുണ്ടാക്കുന്നത് വെട്ടി വിഴുങ്ങിക്കൊണ്ടിരിക്കുക എന്ന് പറയുന്നുണ്ട് രോഹി. എടാ പാവം, അവര് പെൺകുട്ടികളല്ലേ, അവർക്ക് എന്തായാലും ഈ സമയത്ത് പുറത്തു പോയിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പറ്റില്ലല്ലോ. ശരി അമ്മേ, അങ്ങനെയാണെങ്കിൽ ഞാൻ ഗേറ്റ് അടയ്ക്കാൻ വേണ്ടി പോവാണ്, നാളെ കാണാം എന്ന് പറഞ്ഞ് ഫോൺ വെക്കുകയാണ്. തുടർന്ന് പിറ്റേ ദിവസം രാവിലെ തന്നെ വൈജ തിരിച്ചെത്തുന്നുണ്ട്. അമ്മ വന്ന ഉടനെ തന്നെ ബബിയാണെന്നുണ്ടെങ്കിൽ അമ്മ എന്തെന്നല്ല വരാണ്ടിരുന്നെന്ന് ചോദിക്കുന്നുണ്ട്. അതെന്തോ ആയിക്കോട്ടെ, നിന്റെ അടുത്ത് ഇപ്പോൾ എല്ലാ കാര്യങ്ങളും ബോധിപ്പിക്കണം. ബബിതയ്ക്ക് നേരെ ശബ്ദം ഉയർത്തുന്ന സമയത്ത് അമ്മയ്ക്ക് ഇവിടെ നടക്കുന്ന വല്ല കാര്യം അറിയോ? അച്ഛനെ അവള് അച്ഛാന്നാ വിളിക്കുന്നത്. ഇത് കേട്ട വൈജയാണെങ്കിൽ ബാലേന്ദ്രൻ നാണോ ഇല്ലെന്ന് ചോദിക്കുന്നുണ്ട്. അവളാണെങ്കിൽ ഒരു കോസിലും ഇല്ലാതെയാണ് അമ്മയെ വിളിക്കുന്നത്, ചെറുപ്പം മുതലേ എന്തോ വിളിച്ച് ശീലിച്ചതുപോലെ. പക്ഷെ നാട്ടുകാരും വീട്ടുകാരൊക്കെ എന്നാ വിചാരിക്കും? അച്ഛനാണ് പോലും. കേൾക്കുന്നവരൊക്കെ തെറ്റിദ്ധരിക്കുമല്ലോ, ബാലേന്ദ്രന്റെ രഹസ്യബന്ധത്തില് അവൾ ഉണ്ടായതാണെന്നൊക്കെയാണല്ലോ ആൾക്കാർ വിചാരിക്കുക. അച്ഛന്റെ വില പോയിന്ന് പറഞ്ഞാൽ മതിയല്ലോ, ഇനിയിപ്പോ അച്ഛനെ വിളിക്കാൻ വേണ്ടിയിട്ട് വേറെ വല്ല പേരും കണ്ടെത്തേണ്ടി വരും. ഇതെല്ലാം ബാക്കിയുള്ളവരുടെ കണ്ണില് പൊടിയിടാൻ വേണ്ടിയിട്ടുള്ള ചില അഭ്യാസങ്ങളാണ്.
അച്ഛന്ന് വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ ആർക്കും സംശയമൊന്നും തോന്നില്ലല്ലോ, ആരും സംശയിക്കത്തില്ലല്ലോ, നമുക്കൊന്നും ബുദ്ധിയില്ലല്ലോ. ഒരു അച്ഛനും മോളും വന്നിരിക്കുന്നു, അമ്മ എന്തായാലും ഇതിനെ അനുവദിക്കരുത് എന്നും എന്തായാലും അവളടുത്ത് സ്ട്രിക്റ്റ് ആയിട്ട് പറയണം ഇതിന് അനുവദിക്കില്ല എന്ന്. ഞങ്ങൾക്ക് ഇത് അമ്മ വളരെ നാണക്കേടാന്നൊക്കെ പറയുന്നത് കേട്ട വൈജയാണെങ്കിൽ ദത്തപുത്രി എന്ന് പറഞ്ഞപ്പോഴേക്കും അച്ഛൻ ഇതെല്ലാം ഞാൻ നിർത്തിക്കുമെന്ന് പറഞ്ഞ് ദേഷ്യം പിടിച്ചിട്ടാണ് ഉള്ളിലേക്ക് കയറി ചെല്ലുന്നത്. അതേസമയം അലീനയാണെന്നുണ്ടെങ്കിൽ ബാലചന്ദ്രന്റെ റൂമിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരുന്നതാണ് കാണുന്നത്. നീ ഏത് സമയത്ത് മോള് തന്നെയാണോ എന്ന് വൈജ ദേഷ്യത്തോടു കൂടി ചോദിക്കുമ്പോൾ അല്ല, ഞാൻ താഴെ തന്നെയാണെന്ന് അലീന തിരിച്ച് മറുപടി കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് അലീന മുത്തശ്ശിയെ കുറിച്ച് ചോദിക്കുന്നുണ്ട്, കൊല്ലപ്പള്ളിയിൽ കൊണ്ട് വിട്ടോ എന്ന്. നീ ഒറ്റൊരുത്തി കാരണമാണെന്ന് പറഞ്ഞിട്ട് അലീനയെ കുറ്റപ്പെടുത്താണ് വൈജ. നീയായിരുന്നു പോകേണ്ടിയിരുന്നത്, പക്ഷെ എനിക്ക് അമ്മയെ കൊണ്ടുവിടേണ്ടി വന്നു. നീ അമ്മയെ നോക്കാനാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. എന്തായാലും ആ ആവശ്യം കഴിഞ്ഞു. എന്നോടുള്ള വാശിക്ക് ഒരിക്കലും മുത്തശ്ശിയെ ബലിയാടി ആക്കേണ്ടിയിരുന്നില്ല. സ്വന്തം അമ്മയെ ദ്രോഹിച്ചിട്ടാണ് വാശി തീർക്കുന്നത്. അങ്ങനെയൊന്നും ചെയ്യരുത് മാഡം. അവരുടെ മനസ്സ് വേദനിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ മാഡം അതിന്റെ ഇരട്ടി വിഷമിക്കേണ്ടി വരും. അമ്മയെ ഞാൻ എന്തായാലും സ്ഥിരമായിട്ട് കൊണ്ടുവിട്ടതല്ല. ഇനി നീ പോയിട്ടേ അമ്മയെ തിരിച്ച് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടിരുന്നുള്ളൂ. അത് തന്നെയാണ് മാഡം ഞാനും പറഞ്ഞത്. ഞാനിവിടുന്ന് പോയില്ലെങ്കിൽ മുത്തശ്ശി അവിടെ കിടന്ന് നരകിച്ച് തീരുമല്ലോ. അതിനു മുമ്പ് നിന്നെ ഞാൻ വിടും. അതിനു വേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. എനിക്കുണ്ട് ആൾബലവും ബന്ധുബലവും. ഇപ്പോ കാണിച്ചു തരാട്ടോ. മാഡം ചെറുതായിട്ടൊരു വിട്ടുവീഴ്ച ചെയ്താൽ തീരുന്ന പ്രശ്നം മാത്രമേ ഉള്ളൂ. ഇത് ഞാൻ എത്രയായി പറയുന്നു. മാഡം മത്സരിക്കുന്നവരും തോറ്റുപോയിക്കൊണ്ടിരിക്കുകയാണ്. മാഡത്തിന് ഒരിക്കലും ജയിക്കാൻ പറ്റത്തില്ല. സ്നേഹം കൊണ്ടല്ലാതെ മാഡത്തിന് ജയിക്കാൻ വേണ്ടി പറ്റില്ല. ഞാൻ നിന്നെ സ്നേഹിക്കണോ എന്ന് വൈജ ചോദിക്കുമ്പോ വേണ്ട, എന്നെ സ്നേഹിക്കണ്ട, എന്നെ വെറുത്തോളൂ, എനിക്കത് ശീലായി. അച്ഛനോട് ഒരല്പം സ്നേഹം ഉണ്ടെങ്കിൽ ആരുടെ അച്ഛനെന്ന് ചോദിക്കുകയാണ് ഇത് കേട്ട ഉടനെ വൈജ. പറയടി ആരുടെ അച്ഛനെന്ന് വീണ്ടും ഒന്നുകൂടി വൈജ ചോദിക്കുന്നത് കേട്ട് നിൽക്കുന്ന അലീനയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡിന്റെ റിവ്യൂ അവസാനിക്കുന്നത്. ഇനി വരാൻ വേണ്ടി പോകുന്ന പ്രൊമോ വിശേഷത്തിൽ പറയുന്നത്, മാഡം എന്നോട് എത്ര വെറുത്താലും എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഒരു തരി വിദ്വേഷം പോലും മാഡത്തിനോട് തനിക്കില്ല. കാരണം മാഡം ഞാൻ ആരാണെന്നുള്ള കാര്യം തിരിച്ചറിയുന്ന ഒരു സമയം വരും എന്നെങ്കിലും എന്ന് അലീന പറയുന്നുണ്ട്. അതുപോലെ തന്നെ കൃഷ്ണമോളും അമ്മ വാശി കാണിച്ചിട്ട് വിജയിക്കാൻ വേണ്ടി നോക്കുന്നത് ആരോടൊക്കെയാന്നുള്ള കാര്യം അമ്മ അറിയുന്നില്ല. സ്വന്തം ഭർത്താവിനോടും അതുപോലെ തന്നെ മകളോടാണെന്നുള്ള സത്യം വൈജ തിരിച്ചറിയുന്നില്ലല്ലോ. പക്ഷെ അവർക്ക് സപ്പോർട്ടായിട്ട് സംസാരിക്കുന്ന കൃഷ്ണമോളെ വൈജ വിളിക്കുന്നത് കരിങ്കാളി എന്നാണ്. ഇത് ഒരെണ്ണം എങ്ങനെയാണ് തല തിരിഞ്ഞു പോയെന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട്. കാരണം അത്രയും വലിയ വാക്കുകളൊക്കെ പറഞ്ഞിട്ട് സ്വന്തം മകളെ കുറിച്ച്, അതും മകളാണെന്ന് അറിഞ്ഞിട്ടുള്ള കൃഷ്ണമോളെ കുറിച്ച് തന്നെയാണ് വൈജ അമ്മ അതിന് വർത്തമാനം പറയുന്നത്. അത് ശരിക്കും കൃഷ്ണമോൾക്ക് ഭയങ്കരമായിട്ട് വിഷമാകുകയും ആ വിഷമത്തില് അലീനയ്ക്ക് നേരെ ചെല്ലുന്നുണ്ട് കൃഷ്ണമോള്. അലീനയാണെന്നുണ്ടെങ്കിൽ കൃഷ്ണമോളെ നെഞ്ചോട് ചേർത്ത് പിടിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. എന്തായാലും വൈജയാണെന്നുണ്ടെങ്കിൽ തിരിച്ച് വീട്ടിലേക്ക് പോകാനുള്ള തീരുമാനത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. അമ്മയുടെ കൂടെ മക്കളും വരണമെന്ന് പറയുന്ന സമയത്താണ് താൻ വരില്ല എന്നുള്ള കാര്യം കൃഷ്ണമോള് അർത്ഥം മുറിച്ച് പറയുന്നുണ്ട്. എന്നാൽ രോഹിയും അതുപോലെ തന്നെ ബബിതയാണെങ്കിൽ അമ്മയുടെ കൂടെ പോവാന്നുള്ള തീരുമാനം എടുക്കുമ്പോൾ അവരുടെ അടുത്ത് ചെന്നിട്ട് സംസാരിക്കുകയാണ്. കൃഷ്ണ, നീ വലിയ നിഷ്പക്ഷപാതിയായിട്ടൊന്നും സംസാരിക്കേണ്ട എന്നും ഞങ്ങള് അമ്മയുടെ കൂടെയാന്നുള്ള കാര്യം പറയാണ്. അവര് 3 പേരും അതുപോലെ തന്നെ നമ്മൾ 3 പേരും അങ്ങനെ 2 ടീം ആയല്ലോ. ഇപ്പം അച്ഛനും കൃഷ്ണയും അതുപോലെ അലീനയും ഒരു ടീം, അമ്മയും ബബിതയും രോഹിയും മറ്റൊരു ടീം. അങ്ങനെ 3 പേരും സമാസമായതുകൊണ്ട് ഒരു പ്രശ്നമില്ല എന്നുള്ള രീതിയിലാണ് ബാലചന്ദ്രൻ ഇതിനെ കാണുന്നത്. 2 പേരും 3 പേരായതുകൊണ്ട് 2 വിഭാഗക്കാരായി ഈക്വൽ സ്ട്രെങ്ത് അല്ലേ. അപ്പോ മത്സരിക്കാൻ ഒരു കുഴപ്പമില്ലല്ലോ. ആ ഒരു രീതിയിലാണ് ബാലചന്ദ്രന്റെ കാഴ്ച.